ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യണം എന്നുള്ളത്. ഇത് ചലഞ്ച് അങ്ങനെ പറയാമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് പോകുകയാണ്. ഇന്ന് ജൂൺ 1 ആണ്. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു 1 മന്ത് എങ്കിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പം ഇപ്പം നമ്മൾ ഒരു 1 മന്തിലേക്ക് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒരു നിങ്ങൾക്കറിയാമല്ലോ ഒരു എങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു 6 മണിക്കുള്ളിൽ രാവിലെ 11 മണിക്കുള്ളിൽ രാവിലെ 11 മണിക്ക് കഴിച്ചിട്ട് 6 മണിയാകുമ്പോൾ ഫുഡ് തീർക്കണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു ഏതെങ്കിലും വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുക, പിന്നെ അതുപോലെ തന്നെ രാവിലെ ഫുഡ്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഒരു 6 മണിയാകുമ്പം ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കണം നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, കുറച്ച് ലൈഫ് ഒന്ന് ഈസി ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട്. ഇപ്പം എൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 82 ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 82ലേക്ക് പോയേക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് മധുരങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വെയിറ്റ് കൂടിയത്. പിന്നെ അതുപോലെ എനിക്ക് PCOD ഇഷ്യൂ ഉണ്ടായിരുന്നു. PCOD എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് വേറെ കുറച്ച് എക്സ്ട്രീം വേറൊരു രീതിയിലാണ്. അതിൻ്റെയൊക്കെ ഭാഗമാണെന്നുണ്ടോ കുരു ഉണ്ടായേക്കുന്നത്. നമുക്ക് പീരിയഡ്സ് ആയാലും കറക്റ്റ് നമ്മുടെ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കഷ്ടതകളാണോ വരുന്നത് അതെല്ലാം നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ചിലപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാറുമായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. നമ്മുടെ ഡേ 1 ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ ഈ ദിവസം കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ നടക്കാൻ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ദിവസമല്ലേ, പക്ഷെ സാരമില്ല, നമുക്ക് പയ്യെ അതിലേക്ക് പോകാം. അപ്പോൾ സ്കിൻ കെയർ ആയിട്ട് ഞാൻ രാവിലെ പല്ല് തേച്ചു, ഫേസ് കഴുകി. ഇനി നമുക്കൊരു ക്രീം ഇടാം, ഒരു മോയ്സ്ചറൈസർ ക്രീം ചെയ്യാം. എൻ്റേത് കുറച്ച് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്രീംസും ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റെ ഫേസ് ഭയങ്കര എക്സ്ട്രീം ഓയിലായിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ നമുക്ക് ഫേസ് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ ഇട്ടാൽ എനിക്ക് കുറച്ച് ഓയിലി ആവുന്നുണ്ട്. കറക്റ്റ് എൻ്റെ ഓയിലി സ്കിന്നിന് വേണ്ടി ഉള്ളതല്ല, പക്ഷെ മേടിച്ച് പോയതുകൊണ്ട് ഇനിയിപ്പോൾ കളയാനും വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ്. പിന്നെ നമുക്ക് ഉച്ച കഴിയുമ്പോൾ ഒന്ന് പുറത്തും പോകണം. പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വാസലിൻ്റെ ഒരു ലിപ് ബാം. ഇത് ഞാൻ ഇവിടെ ഭയങ്കര തണുപ്പുണ്ടായിരുന്ന സമയത്ത് മേടിച്ചാണ്. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. വാസലിൻ്റെ തന്നെ ഇവിടെ കുറേ ഫ്ലേവർ ആയിട്ടുള്ളതുണ്ട്, അതായത് പിങ്ക് കളറിലെയും പിന്നെ ഗ്രീൻ കളർ, പിന്നെ അങ്ങനെ കുറച്ച് കളേഴ്സ് എനിക്കുണ്ട്. അപ്പം ഞാനിത് ഒറിജിനൽ ആയിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലൂ ആണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കേട്ടോ, ഡ്രൈ സ്കിന്നിന് കുറച്ച് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. ഇനി ഓക്കെ, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. ഇനി നമ്മൾ നേരെ പോകുന്നു ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നു. ഒന്നുമില്ല, ചെറിയൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിക്കാം. ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ കഴിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരു 7 ദിവസം വരെ സെയിം ഡ്രിങ്ക്, പിന്നെ വെയിറ്റ് നോക്കുക, പിന്നെ അതിന് ശേഷം വേറെ ഡ്രിങ്ക്, അങ്ങനെ മാറി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യമേ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അതിലേക്ക് പട്ടയും പിന്നെയാണ് അതിലിടുന്നത് ഒലിവയാണ്. ഇത് നല്ലപോലെ തിളയ്ക്കണം, നല്ലപോലെ തിളച്ച് 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട്
ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുടിക്കുകയും വേണം. അങ്ങനെ ഞാൻ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി അതിരുന്ന് കുടിക്കുകയാണ്. സാവധാനം ടൈം എടുത്താണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് പറ്റുവാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓവർനൈറ്റ് ഓട്സ്, പിന്നെ അതിനകത്ത് ചിയ സീഡ് ഇട്ടിട്ടുണ്ട്, സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ബെറീസ് ഉണ്ട്, ബ്ലൂബെറീസ് ഉണ്ട്, ആപ്പിളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ഇനി നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണേ. ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള സാലഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ആൻഡ് എഗ് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാൻ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും കൂടെ തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 1/2 hour വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എയർ ഫ്രയറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ എയർ ഫ്രയർ ഓണാക്കി കുറച്ച് പ്രീ ഹീറ്റ് ചെയ്തു. പിന്നെ ആഡ് ഫുഡ് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഓയിൽ പേപ്പറിലേക്ക് എല്ലാം കൂടെ വെച്ചു കേട്ടോ. ഇത് ഞാൻ പിന്നെ അതുപോലെ തന്നെ 2 മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ. എന്നിട്ട് ഈ മുട്ടയും ചെറിയ കുനാന്ന് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയും. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള അത്യാവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു. അതുപോലെ തന്നെ എഗ്ഗും അരിഞ്ഞു. നമ്മുടെ ചിക്കൻ റെഡി ആയപ്പോൾ അതും കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കേടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഓഡിയോ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയതുകൊണ്ട് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയേ.